നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനപുത്രൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനപുത്രൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. വിവേകം നൽകണമേ, ജ്ഞാനം നൽകണമേ. സമ്പൂർണ്ണ ജ്ഞാനത്താൽ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ദൈവിക ജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തി തരണമേ. മാനുഷിക ജ്ഞാനത്തെ സമർപ്പിക്കുന്നു, ദൈവിക ജ്ഞാനം തുറക്കണമേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധ. എല്ലാവരും അധരം തുറന്ന് ദാഹത്തോടെ ഹൃദയത്തിൽ എല്ലാവരും ആത്മാവേ നിറയണമേ, നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആവേശത്തോടെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവസ്നേഹമെന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹമെന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു.
ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു, ആബാപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാ. കൈകൾ ഉയർത്തിയടിച്ചേ. ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, പടരണമേ, എന്നിൽ കത്തി ദാഹത്തോടെ പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ദൈവജ്ഞാനം ചൊരിയണമേ, ദൈവജ്ഞാനം ചൊരിയണമേ, ദൈവജ്ഞാനം ചൊരിയണമേ, ദൈവജ്ഞാനം ചൊരിയണമേ, ദൈവജ്ഞാനം ചൊരിയണമേ, ദൈവജ്ഞാനം ചൊരിയണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. വരദാനങ്ങൾ വരണമേ, വരദാനങ്ങൾ തുറക്കണമേ, വരദാനങ്ങൾ തുറക്കണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ. എല്ലാവരും ദാഹത്തോടെ എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ. ദൈവസ്നേഹം ചൊരിയണമേ, ദൈവസ്നേഹം ചൊരിയണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. എന്നിൽ കത്തി പടരണമേ, എന്നാത്മാവിൽ പടരണമേ, എന്നിൽ കത്തി പടരണമേ. വെളിപാടുകൾ നൽകണമേ, എന്നിൽ കത്തി പടരണമേ, എന്നാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലബാ അല്ലബാ റബ്ബി അലബാ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, റബ്ബി അലബാ ലംബി അലബാ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ലംബി 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 ലംബട ലംബി ലംബട ലംബി. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. റബ്ബാ ഹീരിയ ലബാ റബ്ബാ ഹീരിയ ഹീരിയ ലബാ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹല്ലബിയ ലമാ ഹല്ലബിയ ലമാ ഹല്ലബിയ ലമാ ഹല്ലബിയ ലമാ ഉറുലമാ ഹീരിയ ഉറുലമാ ഹീരിയ ഉറുലമാ ഹീരിയ ഉറുലമാ ഹീരിയ ഉറുലമാ ഹീരിയ. എല്ലാവരും ആർപ്പുവിളികളോടെ, പുതിയ ഭാഷാവരങ്ങളോടെ, പുതിയ ഭാഷകൾ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തുറക്കുന്ന പുതിയ ഭാഷാവരങ്ങൾ. പുതിയ ഭാഷാവരങ്ങൾ. അതിന് തുറക്കൂ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹൃദയത്തിൽ ശക്തമായ തീജ്വാലകൾ ഉയരട്ടെ. കത്തി പടരട്ടെ, കത്തി പടരട്ടെ.
അല്ലംബി 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 അല്ലംബി. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാമ്മേ, പരിശുദ്ധാമ്മേ, സ്വർഗരാജ്യത്തിലെ രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗറാണി, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന അമ്മേ, ശക്തമായ അഭിഷേകം ഉണ്ടാകുന്നു. ജ്ഞാനം തുറക്കണമേ, ജ്ഞാനം തുറക്കണമേ, വിവേകത്തിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം. അല്ലമീ അല്ലമാ, അല്ലമീ അല്ലമാ, അല്ലമീ അല്ലമാ. തുള്ളി ചാടി ഹല്ല 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 ഹല്ല, ചാടി ചാടി ഹല്ലേലൂയ. ചലബല ബല 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 ചലബല ബല 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 ബല. ഒന്ന് ചാടി ചാടി പ്രാർത്ഥിച്ചേ. ഹല്ല ബല ഹല്ല ബല 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 ബല. എവോ റൈസ് റൈസ് റൈസ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ചന്ദലബാ ചന്ദലബാ ലംബട 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 ലംബട. പുത്തൻ അഭിഷേകം ഉണ്ടാകട്ടെ, പുത്തൻ അഭിഷേകം ഉണ്ടാകട്ടെ. ഒരു പുതിയ കൊടുങ്കാറ്റ്, ഒരു പുതിയ ബന്ധക്കുസ്ത ഞങ്ങൾക്ക് നൽകണമേ, ഒരു പുതിയ ബന്ധക്കുസ്ത നൽകണമേ, ഒരു പുതിയ കൊടുങ്കാറ്റുണ്ടാകട്ടെ. ഉണർവിൻ കൊടുങ്കാറ്റ്, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും ദാഹത്തോടെ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ ദാഹത്തോടെ, എല്ലാവരും ദാഹത്തോടെ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ആർപ്പുവിളികളോടെ ഒരിക്കൽ കൂടി എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. ഒരു പുതിയ ബന്ധക്കുസ്തക്കായിട്ട് ഇപ്പോൾ വരദാനങ്ങൾ അതിശക്തമായി നമ്മളിൽ തുറക്കപ്പെടുന്നതിന് റബ്ബി അലമ, റബ്ബി അലമ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾക്കറിയില്ല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ.
പരിശുദ്ധാത്മാവേ എല്ലാവരും ദാഹത്തോടെ അഗ്നിയെ അയക്കണമേ. പുതിയ ഭാഷകൾ, പുതിയ വരദാനങ്ങൾ തുറക്കുന്നു. ശക്തി അയക്കണമേ. ഒളിഞ്ഞിരിക്കുന്ന വരദാനങ്ങൾ തുറക്കുന്നു. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും വീണ്ടും കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കട്ടെ. വരുവിൻ പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. വരദാനങ്ങൾ തുറക്കണമേ. വിവേകത്തിന്റെ വചനം, വ്യാഖ്യാന വരങ്ങൾ തുറക്കണമേ. ദൈവിക ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കുന്നതിനുള്ള വരം നൽകണമേ. ലംബിയ 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 വരദാനങ്ങൾ, വ്യാഖ്യാന വരങ്ങൾക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങൾ നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. ശലബല ഹലബല ശലബലബലബല ബലബലബലബല ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. ദൈവിക രഹസ്യങ്ങൾ, വെളിപാട് വരങ്ങൾ തുറക്കണമേ. വെളിപാട് വരങ്ങൾ. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവീനടിയാരഖില ധാരമതാം വെളിവും നീ. അത്ര മതി. ഒന്നുകൂടി. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവീനടിയ ഇലാധാരമതാം വെളിവും നീ. ഒന്നുകൂടി വെളിപാടിനായിട്ട് ദാഹിച്ചുകൊണ്ട് വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. പരിശുദ്ധാത്മാവേ, വെളിവിനടിയാരഖില ധാരമതാം വെളിവും നീ. മൗനമായി ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്കിരിക്കാം. മൗനമായി ശാന്തമായി ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ വെളിപാട് നൽകിയത് പരിശുദ്ധ അമ്മയ്ക്കാണല്ലോ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നത് മനസ്സിലായി. എങ്ങനെ ഒരു കന്യക ഗർഭം ധരിക്കും? പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നീ ഗർഭം ധരിക്കും. മനസ്സിലായി. ആ ഗർഭിണിയായ മറിയം, പരിശുദ്ധ അമ്മ, ഉടനെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ മറിയത്തിന്റെ അഭിവാദനം കേട്ട മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. മാത്രമല്ല, ആ എലിസബത്തിന് വെളിപാട് കിട്ടി. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം
എനിക്കെങ്ങനെ കിട്ടി? ഇതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വെളിപാട്. ഈ വെളിപാട് ആരിലൂടെ? പരിശുദ്ധ അമ്മ അവിടെ ചെന്നപ്പോഴല്ലേ ഈ വെളിപാടുണ്ടായത്. അതാണ് മറിയം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ മറിയം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവളാകുകയും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു സമാഗമമായി പഴയ നിയമത്തിൻ്റെ വക്താക്കളായ സക്രിയായും എലിസബത്തും പഴയ നിയമം അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുന്ന അവർ, കന്യക വിവാഹം കഴിക്കാതെ ഗർഭിണിയായി നിറഞ്ഞിട്ട് യഹൂദ നിയമപ്രകാരം എന്താ വേണ്ടിയിരുന്നത്? പക്ഷേ ഇവിടെ അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് വെളിപാട് വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ അമ്മയാണിവൾ. മറ്റൊരു വെളിപാട്, അയ്യോ നിന്റെ ശബ്ദം കേട്ട മാത്രയിൽ എൻ്റെ ഗർഭത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടി. ഓ, ഇതാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവൻ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. സ്ത്രീകളിൽ നീ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നീ വിശ്വസിച്ചല്ലോ. ഓ, എങ്ങനെ നിനക്ക് ഈ വിശ്വാസം കിട്ടി? വെളിപാട്. അതിനുശേഷം ഇതാ ഇതെങ്ങനെ ഔസേപ്പിനെ അറിയിക്കും? അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹം വിശ്വസിക്കുമോ? പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാൻ ഗർഭിണിയാകുന്നത്. മറിയം എന്ത് ചെയ്ത് കാണും? മറിയം പറഞ്ഞില്ല. ഓ പരിശുദ്ധാത്മാവേ, നീ തന്നെ എൻ്റെ ഭർത്താവിനെ പറഞ്ഞറിയിക്കും. പരിശുദ്ധാത്മാവ് തന്നെ വെളിപാട് കൊടുത്തു. ഇനി കുഞ്ഞ് പിറന്നു. ഇതാ കുഞ്ഞിൻ്റെ പിറവി കാണാൻ വേണ്ടി, കുഞ്ഞിനെ ആരാധിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം. എന്താണ് ഈ നക്ഷത്രം? വെളിപാട്. ഈ നക്ഷത്രത്തിലൂടെ വെളിവ് കിട്ടിയത് എല്ലാവർക്കും ഈ വെളിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അറിഞ്ഞവരാരാ? അത് മനസ്സിലാക്കിയവരാരാ? 3 രാജാക്കന്മാർ. എന്തുകൊണ്ട് അവർക്കത് മനസ്സിലായി? അവർ ജ്ഞാനികളായിരുന്നുകൊണ്ട് മനസ്സിലായി. അവർ ക്രിസ്ത്യാനികളായിരുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്തോ അർത്ഥമുണ്ടല്ലേ? അവർ യഹൂദരായിരുന്നോ? അല്ല. അവരാരായിരുന്നു? അവർ വിജാതീയരായിരുന്നു. അപ്പോൾ ആദ്യം വെളിപാട് കൊടുത്തത് ആർക്കാ? വിജാതീയർക്കാണ്. അങ്ങനെ അവർ വന്നു, കണ്ടു. പുൽക്കൊഴുത്തിൽ, പുൽത്തൊട്ടിയിൽ ഒരു തൊഴുത്തിലാണോ രാജാവ് പറക്കണേ? അവരാദ്യം ഹെരോദേസിൻ്റെ അരമനയിൽ പോയി, അവിടെ കണ്ടില്ല. അവസാനം അവരെ വെളിപാട് കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാ? കാലിത്തൊഴുത്തിൽ. അവരുടെ യുക്തി അവരെ തളർത്തിയില്ല. കാലിത്തൊഴുത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവർ അന്വേഷിച്ചു വന്ന രാജാവ് ഇതാ അവിടെ. എങ്ങനെ അവർക്ക് മനസ്സിലായി? വെളിപാട്. ഇത്രയും വലിയ രാജാക്കന്മാർ ആ കാലിത്തൊഴുത്തിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. അതായിരുന്നു ആദ്യത്തെ അഡറേഷൻ. വെളിപാട്. ഉണ്ണി പിറന്ന് അധികം താമസിയാതെ സാധാരണ ചട്ടപ്രകാരം ജെറുസലേമിൽ ദേവാലയത്തിൽ കുഞ്ഞിനെ കാഴ്ചവെക്കാൻ കൊണ്ടുചെന്നപ്പോൾ വെളിപാട്. അവിടെ ഒരു വൃദ്ധനായ ശിമയോൻ, ഇസ്രായേലിൻ്റെ വിമോചനത്തിന് വേണ്ടി വരുന്ന രാജാവ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ മരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന വെളിപാടനുസരിച്ച് നോക്കിയിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശിമിയോനോട് പറഞ്ഞു, ഇതാ വേഗം ദേവാലയത്തിലേക്ക് ചെന്നോളൂ, ഇതാ അവിടെ വന്നിരിക്കുന്നു. ശിമിയോൻ ഈ വെളിപാടനുസരിച്ച് ഉടനെ ദേവാലയത്തിലേക്ക് വന്നു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ആ കരച്ചിൽ കേട്ടപ്പോഴേ മനസ്സിലായി, ഇവനാണ് ഇസ്രായേലിൻ്റെ രാജാവാകാൻ പോകുന്നവൻ. അവനോടി വന്നു, എവിടെയാണ് ആ കുഞ്ഞ്, എവിടെയാണ് ആ കുഞ്ഞ്? ഇതാ അവൻ്റെ കണ്ണ് കണ്ടു. കണ്ട ഉടനെ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഓ ദൈവമേ, ഇനി എനിക്ക് പോകാം, ഇനി എനിക്ക് സമാധാനത്തിൽ പോകാം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത് വിജാതീയർക്ക് വെളിപാടിനും തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. ഇത് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ കുഞ്ഞാണ് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകനെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? വെളിപാട്. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ എന്നും പറഞ്ഞിരുന്ന ഇതാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ. ഒന്ന് സുവിശേഷം തുറക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനങ്ങളിൽ പറയുന്നതൊന്ന് ഇടാം. മർക്കോസ് 4-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, ഉപമകളെക്കുറിച്ച് ഉള്ള ഉപമ, വിധക്കാരൻ്റെ ഉപമയാണ് അവിടുത്തെ വിഷയം. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരും 12 പേരും അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്നവരും മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. എന്താണ് ഈ ഉപമകളിലൂടെ ഇങ്ങനെ പറയണതിൻ്റെ അർത്ഥം? അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ വെളിപാട് അഥവാ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. വല്ലതും മനസ്സിലായോ? എന്താണ് ഈ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം? എന്താണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. എന്തോ അക്ഷരപ്രസവമുള്ളമാതിരി തോന്നണില്ലേ? മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിന്. അപ്പം ഇതാണ് ദൈവവചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും, എല്ലാവരും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് ഇത്. ഈശോ തന്നെ പറയാണ്, അവർ മോചനം പ്രാപിക്കേണ്ട. എന്തോ ഒരു തരികട അതിൻ്റെ ഇടയിലുള്ള മാതിരി ഇല്ലേ? തീർച്ചയായിട്ടും ഇതാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ രഹസ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇത് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അവൻ ഉപമകളിലൂടെ സംസാരിക്കും. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. നമുക്കധികം സമയമില്ല, പെട്ടെന്ന് തുറന്ന് പറയാൻ പോവുകയാണ്. ഈശോ
അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം കൂടി പറയാം. ഈശോ മറ്റൊരു സ്ഥലത്ത് അപ്പസ്തോലന്മാരോട് ചോദിച്ചു, എന്താണ് ആളുകൾ എന്നെക്കുറിച്ച് പറയണേ? ഇത് ഞാൻ വലിയ ആളാണെന്ന് ആൾക്കാർ പറയണ്ടോന്ന് അറിയാൻ വേണ്ടിയല്ല, ആളുകൾ എന്തറിയരുതെന്ന് യേശു വിചാരിച്ചത് വിജയിച്ചിട്ടുണ്ടോയെന്നാണ് ചിന്തിക്കണത്. അപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞു, ചിലർ പറയണു നീ ജെറമിയായാണ്, നീ ഏലിയായാണ്, നീ വലിയ പ്രവാചകനാണ്. ചിലർ പറയണു യോഹന്നാൻ മൗന്താന ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ്. പ്രൈസ് ദ ലോർഡ്. അതായത് ആരും പറയുന്നില്ല ഞാൻ മിശിഹ ആണെന്ന്. അപ്പോൾ എൻ്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയണേ? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണേ? അപ്പോൾ അവർക്കും കൺഫ്യൂഷനായി. ചേടാ, അവർക്ക് ആർക്കും പറയാൻ പറ്റണില്ല. പെട്ടെന്ന് പത്രോസ് പറയാണ്, ഞാൻ പറയാം, യോനായുടെ മകനായ ശിമയോനെ, നിന്റെ ജഡരക്തങ്ങളല്ല ഇത് നിനക്കിപ്പോൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കണ്ടോ വെളിപാട്. പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്. കാരണം നീ അനുഗ്രഹീതനാണ്. നിന്നെയാണ് ആദ്യത്തെ മാർപ്പാപ്പയാകാൻ തിരഞ്ഞെടുക്കുന്നത്. ആ വിളിയുള്ളത് കൊണ്ട് നിനക്കിതെല്ലാം വെളിപ്പെടുത്തി തരണം. പത്രോസേ, നീ പാറയാകും. ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. നരക കവാടങ്ങൾ നിനക്കെതിരെ ബലപ്പെടുകയില്ല. സകല താക്കോലുകളും നിന്നെ ഞാൻ ഏൽപ്പിക്കും. ആള് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പക്ഷെ ഇപ്പം നിങ്ങളിത് ആരോടും പറയരുത്. നിങ്ങൾ ആരോടും പറയരുത്. എന്ത് പറയരുത്? ഞാനാണ് മിശിഹ എന്ന് ആരോടും പറയരുത്. എന്തുകൊണ്ടാണ്? എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. ഞാൻ ജെറുസലേമിൽ ചെല്ലണം. അവിടെ ഫരിസേയരും നിയമജ്ഞരും പ്രമാണികളും പ്രധാന പുരോഹിതൻ വരെ എന്നെ പിടികൂടാനും എന്നെ ബന്ധിക്കാനും എന്നെ ശിക്ഷിക്കാനും എന്നെ കുരിശിൽ തറച്ച് കൊല്ലാനും നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വേഗം പോകണം. നമ്മളാണെങ്കിൽ അങ്ങനെ പോകുമോ? നമ്മളെ കൊല്ലാൻ അവിടെ ആൾ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ പോകുമോ? അവരെന്നെ ബന്ധിക്കും, അവരെന്നെ അടിക്കും, അവരെൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പും. ഇതൊക്കെ ഈശോ ഓരോ പ്രവചനങ്ങൾ ഓർത്തുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അപ്പസ്തോലന്മാരുടെ ഹൃദയം നുറുങ്ങി. താൻ സ്നേഹിക്കുന്ന തൻ്റെ ഇഷ്ടശിഷ്യനായ പത്രോസ് പറഞ്ഞു, അയ്യോ കർത്താവ്, അങ്ങനെയാണെങ്കിൽ പോകണ്ട കുട്ടാ, ഇപ്പം അങ്ങോട്ടേക്ക് ഇപ്പം പോകണ്ട. ഉടനെ കർത്താവ് എന്ത് പറഞ്ഞു? സാത്താനേ, എൻ്റെ പുറകെ പോ, നീ മുന്നിൽ നിൽക്കല്ലേ, നീ എനിക്ക് പ്രതിബന്ധമാണ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഇതാണ്. നിന്റെ ചിന്ത മാനുഷികമാണ്. ഈ ഒരാള് യേശു മിശിഹായാണെന്ന് അറിഞ്ഞിട്ട് മിശിഹായുടെ മെസ്സിയാനിക് സഫറിങ്ങിനെ പ്രതിബന്ധം നിൽക്കണം. കണ്ടോ? ഇപ്പോൾ ആ പലസ്തീനയിൽ ഗലീലി തടാകത്തിന് ചുറ്റും അല്ലെങ്കിൽ ജെറൂസലേമിൽ ഈശോ പ്രസംഗിച്ച സമയത്ത് വലിയ ജനങ്ങൾ, അവരെല്ലാവരും യേശുവാണ് മിശിഹായാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ? അവരെല്ലാവരും യേശുവിൻ്റെ പീഡാനുഭവത്തിന് തടസ്സം നിന്നേനയില്ലേ? അതുകൊണ്ടാണ് ഈശോ അവരറിയരുത്, ആരും അറിയരുത് ഞാനാണ് മിശിഹായെന്ന്. യേശു എല്ലാവരെയും രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ കണ്ടതുകൊണ്ടോ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ടോ അല്ല, മറിച്ച് യേശു കുരിശിൽ തൻ്റെ ജീവൻ ബലി അർപ്പിക്കുന്നതിലൂടെ മാത്രമേ ലോകം മുഴുവനും രക്ഷപ്പെടുകയുള്ളൂ. അതിനു മുമ്പ് എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പാപമോചനം തരണമെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് അവർ കണ്ടിട്ടും
കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ്, ഇവിടെ ഞാനൊരു ചെറിയ വാക്ക് ഇതിൻ്റെ ഇടയിൽ ചേർക്കാൻ പോവുകയാണ്, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുത്ത് വരാതിരിക്കുന്നതിനും. മരിച്ചു കഴിഞ്ഞ് അവർക്ക് മനസ്സിലാകണം, അവനായിരുന്നു മിശിഹ. പക്ഷെ അപ്പോൾ ആളവിടെ ഇല്ല. എന്നാൽ ആളുടെ ആത്മാവ് അപ്പസ്തോലന്മാരിലൂടെ കാര്യം നടത്തും. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇതാണ് വെളിപാടെന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ പത്രോസിനോട് പറഞ്ഞു, ഇത് എൻ്റെ പിതാവ് നിനക്ക് ഇപ്പോൾ വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ്. സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ഈ വെളിപാട് വരെ ഞങ്ങളിൽ തുറക്കണമേ. വെളിപാട് വരെ ഞങ്ങളിൽ തുറക്കണം. എല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിക്കുക. സ്വർഗരാജ്യത്തിൻ രഹസ്യമറിയുവാൻ മധ്യസ്ഥമേകണേ സ്വർഗരാജ്ഞി. സ്വർഗരാജ്യത്തിൻ രഹസ്യമറിയുവാൻ മധ്യസ്ഥമേകണേ സ്വർഗരാണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഉടനെ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകാൻ പോവുകയാണ്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദ ലോർഡ്. 15 മിനിറ്റ് ഉള്ളൂ 7-ന്. നമുക്ക് 7:05 20 മിനിറ്റിൻ്റെ ഒരു സെഷനാണ് അടുത്ത വർക്ക്ഷോപ്പ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത മാതിരി 3 പേരുടെ ഗ്രൂപ്പാകണം. 2 പേര് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ പ്രാർത്ഥിച്ചവർ വേണമെന്നില്ല, ഇന്ന് ഫ്രഷായിട്ട്. എന്നിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദർശനങ്ങൾ കാണും. കണ്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവേ വിവേകത്തിൻ്റെ വചനം തുറക്കണമേ, ഇതിൻ്റെ വ്യാഖ്യാനപരം നൽകണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും, അപ്പോൾ ഈ 2 പേർക്ക് ദർശനങ്ങളും കാണും. 2 പേർക്ക് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കിട്ടുമ്പോൾ ആ വ്യാഖ്യാനങ്ങൾ തമ്മിൽ 2 പേരും പറയുന്നത് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ വ്യാഖ്യാനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഒരുപക്ഷെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമുക്കിതൊരു എക്സർസൈസാണ് വ്യാഖ്യാനപരത്തിൻ്റെ, കേട്ടോ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്തിരി സമയമെടുക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുകളിൽ പോയിട്ട് പിന്നെ നമുക്ക് നോക്കാം, കേട്ടോ. ഒരു പ്രാവശ്യം 2 പേരുകൂടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദർശനം കിട്ടുന്നു, അത് പങ്കുവയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്റ്റാർട്ട്.